കരങ്ങളെ അടിച്ച് സന്തോഷത്തോടു കൂടി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. ശോധനയിൽ കൂടി നടക്കുന്നത് അവന്റെ കരങ്ങളെ പരിഹാരം
യോഗ്യനും നീ, വിശ്വസ്തനും തുണയായൊരു സ്തുതിക്ക് യോഗ്യനും നീ. ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന അങ്ങേക്ക്. ആരാധന യേശുവേ, എന്റെ ആരാധന യേശുവേ, എന്റെ ആരാധന യേശുവേ, എന്റെ ആരാധന യേശുവേ. ആരാധന യേശുവേ, എന്റെ ആരാധന യേശുവേ, എന്റെ ആരാധന യേശുവേ, എന്റെ ആരാധന അങ്ങേക്ക്. ജീവനുള്ള നാളുകളെല്ലാം സ്തുതിച്ചു പാടിടുവേ, എന്റെ ജീവനുള്ള നാളുകളെല്ലാം സ്തുതിച്ചു പാടിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. ആരാധന എന്റെ ആരാധന അങ്ങേക്ക്, എന്റെ ആരാധന, എന്റെ ആരാധന അങ്ങേക്ക്. ആരാധന അങ്ങേക്ക്, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ച ചില വിഷയത്തിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ആമേൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും അതിൻ്റെ 4-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് ആമേൻ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണമെന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആമേൻ. എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം? യേശു ജീവനായതുകൊണ്ട്, യേശു ലോകത്തിൻ്റെ വെളിച്ചമായതുകൊണ്ട്, ആമേൻ. യേശു സൃഷ്ടാവായതുകൊണ്ട്, ആമേൻ. അവൻ മശിഹായതുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, ആമേൻ. അവൻ ജീവനുള്ള ദൈവമായതുകൊണ്ട്, ആമേൻ. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്.
ഹല്ലേലൂയ. അവൻ്റെ ശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ ജീവൻ ഉത്ഭവിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനകത്തും ഓരോ മനുഷ്യനിലൂടെയും ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഉറപ്പോടെ വേണം നമ്മളിവിടെ ഇരിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ചെറുതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ പൂർണ്ണമായ ഒരു ആശ്രയത്തിനകത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഇതിനകത്ത് കയറാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായി ക്രിസ്തുവിലുള്ള പൂർണ്ണമായ ആശ്രയത്തിനകത്തേക്ക് നമുക്ക് കയറാൻ കഴിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. സകല അവിശ്വാസങ്ങളും പോട്ടട്ടെ. ആമേൻ. സകല അവിശ്വാസങ്ങളും പോട്ടട്ടെ. ആമേൻ. മുൻവിധികൾ പോട്ടട്ടെ. നാളത്തെ പറ്റിയുള്ള ഭാരങ്ങൾ പോട്ടട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാളെ എന്താകുമെന്നുള്ള പേടികൾ പോട്ടട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു ദൈവം ജീവിക്കുന്നെന്ന് ഉറപ്പോടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ ആ ഉറപ്പോടെ ഒരു കൈയടിച്ചുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു ദൈവം ജീവിക്കുന്നു. അവൻ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ബോധ്യത്തോടെ. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അത്യുന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യേ അവനുണ്ട്. അവൻ നമ്മുടെ ആത്മാവിൻ്റെ അകത്തവൻ വസിക്കുന്നു. ഹല്ലേലൂയ. സകല രോഗത്തിനും അവൻ മതിയായ ദൈവമാണെന്ന്. ഹല്ലേലൂയ. സകല പ്രതിസന്ധിയുടെ മുമ്പിലും ഞാൻ തകരാതെ, ഞാൻ തളരാതെ, ഹല്ലേലൂയ, എന്നിലേക്ക് ജീവനെ പകരുന്ന അവൻ്റെ ശക്തിയെ പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്കൊരു പുതിയ ജീവൻ വ്യാപരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 വാക്യങ്ങൾ. കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്നു ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിക്കുന്നു എന്ന് അവൻ പരീശന്മാർ കേട്ടു. ഹല്ലേലൂയ. എന്താ ചെയ്തുകൊണ്ടിരിക്കുക? യേശു കർത്താവ് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടോ. എന്നാൽ യേശു ആ ദേശം, യഹൂദ്യ ദേശം വിട്ട് ഗലീലേക്ക് യാത്രയായി. അങ്ങോട്ടാ? ഗലീലേക്ക് യാത്രയായി. അവൻ ശമര്യ പട്ടണത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ഇതുവഴിയാ ശമര്യ എന്ന് പറയുന്ന പട്ടണത്തിൽ, അതായത് ഗലീലേക്കുള്ള യാത്രാമധ്യയുള്ള ഒരു പട്ടണമാണ് ശമര്യ. ആമേൻ. അതുവഴി കടന്നു പോകുമ്പോൾ അതിനകത്തൊരു പ്രദേശം സുഖാർ എന്ന് പറയുന്ന, എന്താണ് സുഖാർ എന്ന് പറയുന്ന, ഒന്ന് പറഞ്ഞാട്ടെ എന്നൊരു ശമര്യ പട്ടണത്തിൽ. ആമേൻ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നടന്ന് ക്ഷീണിച്ച് യേശു വെള്ളം ദാഹിച്ചു. ആമേൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു ആരാ? പറഞ്ഞോ? നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞോ? യേശു ദൈവമാണ്. ആമേൻ. എന്നാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എങ്ങനെയാ? സകല മാനുഷികമായ മനുഷ്യരൂപത്തിലാണ് വന്നല്ലേ. അപ്പം നമ്മളെപ്പോലെ തന്നെ എന്തുണ്ട് യേശുവിന്? വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം ഉണ്ട്. ആമേൻ. അങ്ങനെയല്ലേ? അതെ. നമ്മളെപ്പോലൊരു മനുഷ്യനായ യേശു ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാ? ഒരു ദൈവമായിട്ട് തന്നെ വന്നെങ്കിൽ തന്നെയും ഒരു ദൈവത്തിന് ഉപരിയായി ഒരു മനുഷ്യരൂപത്തിൽ വന്നത് അവൻ മനുഷ്യനായി നമ്മളെ ഓരോരുത്തരെയും അവൻ എന്തെന്ന് മനസ്സിലാക്കി തരാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ.
നമ്മളിൽ ഒരുവനായി ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു. ആമേൻ. നമ്മെപ്പോലെ നമ്മളിൽ ഒരുവനായി, പാപം ഒഴികെ സകലത്തിലും നമ്മെപ്പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശു അപ്പോൾ എന്തായിരുന്നു? നമ്മളെപ്പോലെ ഒരു മനുഷ്യനുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുവിന് ദാഹിച്ചു, ക്ഷീണം വന്നു, വിശപ്പ് വന്നു. ആമേൻ. ഈ വിശപ്പ് വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്നറിയാമോ? യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ ഭക്ഷണം വാങ്ങിക്കാൻ പോയി. എന്താ വാങ്ങിക്കാൻ പോയെ? ഹലോ, ഭക്ഷണം വാങ്ങിക്കാൻ പോയി. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടെ ഭക്ഷണം വാങ്ങിക്കാൻ പോയി. ആമേൻ. ഈ സമയത്ത് യേശു ക്ഷീണിച്ചു വന്നിരിക്കുന്നൊരു സ്ഥലം, അതെവിടെയാണെന്നറിയാമോ? ഈ സ്ഥലത്ത് ഒരു ചരിത്രമുണ്ട് ഇതിൻ്റെ പുറകിൽ. ആമേൻ, ഹല്ലേലൂയ. ഒരു ചരിത്രം ഈ സ്ഥലത്തിൻ്റെ പുറകിലുണ്ട്. ആമേൻ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് കൊടുത്ത നിലത്തിലാണ് യേശു വന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, കാലങ്ങൾക്ക് മുന്നേ ആമേൻ യാക്കോബ് തൻ്റെ മകനായ, പ്രിയ മകനായ ജോസഫിന് കൊടുത്ത നിലത്തിൻ്റെ അരികെയാണ് ആര് വന്നിരിക്കുന്നത്? യേശു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്. ഹല്ലേലൂയ. യാക്കോബിനെ കരുതിയ കരുതൽ ആമേൻ നിന്റെ തലമുറകളോളം ആമേൻ നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇന്ന് പകൽ നിങ്ങൾ ഈ ആരാധനയ്ക്ക് കടന്നു വന്നെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, ആമേൻ, ഇതിൻ്റെ അനുഗ്രഹം തലമുറകളോളം നിലനിൽക്കുന്നതാണെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ആമേൻ. എൻ്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ 12ാമത്തെ വാക്യം. ആമേൻ. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചോന്നും എന്ന് പറഞ്ഞു. മതി. കാലങ്ങൾക്ക് മുന്നേ യാക്കോബ് കൊടുത്ത നിലത്തിൽ കുഴിച്ചൊരു കിണറുണ്ടായിരുന്നു. ആമേൻ. ആ കിണറിൽ നിന്ന് ഈ സ്ത്രീയും അല്ലേ ഇവരുടെ തലമുറകൾ മുഴുവൻ കാലങ്ങളായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇതിൻ്റെ വെള്ളം അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എത്ര കാലഘട്ടമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഹല്ലേലൂയ. അവരുടെ മൃഗസമ്പത്ത് മുഴുവനും, അവരുടെ കുഞ്ഞുങ്ങൾ മുഴുവനും ഇതിനകത്തു നിന്നുള്ള നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കാരണം എന്താ? ആമേൻ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം. പെട്ടെന്ന് എടുക്കാമോ? ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ ആമേൻ 12 മുതലുള്ള വാക്യം വായിക്കാമോ? 12 മുതലുള്ള വാക്യങ്ങൾ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്. ശ്രദ്ധിക്കണേ, യാക്കോബ്, യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എന്താ? ഉപായി എന്ന. എന്താണ്? ഉപായി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ.
യാക്കോബ് തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ സഹോദരനെ പേടിച്ച് ലാബാന്റെ ഭവനത്തിനകത്തേക്ക് ഓടിപ്പോകുമ്പോൾ വഴിയിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങിയ സ്ഥലം. ഹലോ, ആമേൻ, ആമേൻ. എന്താ? തൻ്റെ മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ലാബാന്റെ ഭവനത്തിലേക്ക് യാക്കോബ് പോകുമ്പോൾ യാക്കോബ് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയ സ്ഥലത്ത് അന്ന് രാത്രിയിൽ ഒരു കല്ലെടുത്ത് തൂണായി വെച്ചുകൊണ്ട്, ഒരു കല്ലെടുത്ത് തലയണയായി വെച്ചുകൊണ്ട് അവൻ യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ യാക്കോബിന്റെ മേൽ സ്വപ്നത്തിനകത്തൊരു എൻകൗണ്ടർ സംഭവിക്കുന്നു. ഹല്ലേലൂയ! സ്വപ്നത്തിനകത്ത് ഒരു എൻകൗണ്ടർ സംഭവിക്കുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ചില സ്വപ്നത്തിനകത്ത് ചില എൻകൗണ്ടറുകൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ! ചില സ്വപ്നത്തിനകത്ത് ചില കൈമാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ! ചില അസാധാരണ കൈമാറ്റങ്ങൾ, ചില എൻകൗണ്ടറുകൾ പരിശുദ്ധാത്മാവിനാൽ ചിലത് സംഭവിക്കും. അവൻ എത്ര പേരെ വിശ്വസിക്കാൻ തയ്യാറാ? ഹല്ലേലൂയ, ഹല്ലേലൂയ! എത്ര പേരെ വിശ്വസിക്കാൻ തയ്യാറാ? സ്വപ്നത്തിനകത്ത് ചില എൻകൗണ്ടറുകൾ ഉണ്ട്. ആമേൻ. യാക്കോബിന്റെ ലൈഫിൽ ഇതാ ക്ഷീണിച്ച് കിടന്നാൽ യാക്കോബിന്റെ ലൈഫിൽ ഇതാ സ്വപ്നത്തിൽ ഒരു എൻകൗണ്ടർ. ആമേൻ. ക്ഷീണിച്ചു നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇതാ സ്വർഗത്തിന്റെ എൻകൗണ്ടർ. അത് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ! അതാ ദൈവത്തിന്റെ ഒരു സന്ദർശനം ചില കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ചില കുടുംബത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വരുന്നു. ആമേൻ. ഇത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ആമേൻ. ഞാനൊരു കുഞ്ഞു സാക്ഷ്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, ആമേൻ. എന്നെ ഉറപ്പിച്ച ഒരു ചില കാര്യങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഷ എന്താണെന്ന് അറിയാമോ? നമുക്ക് പെട്ടെന്ന് അറിയാവുന്നൊരു ഭാഷ അങ്ങ് പറ. ആമേൻ. അന്യഭാഷ. ഓക്കെ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് ദർശനം. ആമേൻ. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നമ്മളെ ആമേൻ കംഫർട്ട് ചെയ്യുന്ന ഒരു ശക്തമായ ഭാഷയാണ് ദർശനം. ഈ ദർശന സ്വപ്നമാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആമേൻ. നിങ്ങൾക്ക് എത്രത്തോളം അത് വലുതാകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയ സംഭവമായി ഞാൻ കാണുന്നു. ചില നാളുകൾക്ക് മുന്നേ ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെയുള്ള സഹോദരന്മാരുടെ കൂടെയും പല രീതിയിലും ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ഒക്കെ പല മീറ്റിങ്ങുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് നാളുകൾ പോയിട്ടുണ്ട്. ഹല്ലേലൂയ! ആ സമയത്തൊക്കെയും ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞുള്ള കാര്യം, ഞാൻ ചെറിയ നാൾ മുതൽ ഒരുപാട് വാഗ്ദത്വമൊക്കെ കേട്ട ഒരാളാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് എനിക്ക് വാഗ്ദത്തങ്ങളൊന്നും ശരിയായിട്ട് കേൾക്കുന്നില്ല. ആമേൻ. സത്യം പറഞ്ഞാൽ എൻ്റെ തലയിൽ കഴിച്ച് ആരും ഒന്നും പറയാറില്ല. അതാണ് യാഥാർത്ഥ്യം. ആമേൻ. ഹല്ലേലൂയ! കുറച്ച് നാളായി കുറേ നാളായി. ഇതുകൊണ്ട് തന്നെ ഇതെനിക്ക് കുറച്ച് നാളൊക്കെ ഞാൻ ഓക്കെ ആയി. കുറേ ഞാൻ കേട്ടതല്ലേ. പക്ഷെ ഇത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ അതിശക്തമായ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ വന്നപ്പോൾ എവിടേക്കോ എന്നോട് ദൈവം അങ്ങ് സൈലൻ്റ് ആയ പോലെ എനിക്ക് തോന്നിപ്പോയി. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഒരു സൈഡിൽ കൂടെ പ്രശ്നത്തിൻ്റെ മേളിൽ പ്രശ്നം, അതൊരു വ്യക്തിയോട് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത രീതിയിൽക്കപ്പുറമായ സാഹചര്യങ്ങൾ. ആമേൻ. നിങ്ങളിവിടെ ശ്രദ്ധിക്കണേ.
ഹല്ലേലൂയ. ആമേൻ. ഈ സമയത്ത് ഒരു പ്രവാചകനും എന്നോടൊരു പ്രവചനവും പറയുന്നില്ല. ആമേൻ. ഞാൻ പല മീറ്റിങ്ങുകൾക്കും പോകും, ആരും എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ തെള്ളിപ്പിടിച്ച് ഫ്രണ്ടിൽ പോയി നിന്നാലും പ്രത്യേകിച്ച് ഇവരൊന്ന് ചിലപ്പോൾ വന്നതല്ലേ ഒന്ന് കൈവച്ചിട്ട് പോകും, അപ്പുറമൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വിഷമമാകണ്ടെന്ന് വെച്ചിട്ട് അവരൊന്ന് തലോടിയിട്ട് അങ്ങ് പോകും. ആമേൻ. ഞാൻ പലയിടത്തും പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരോട് കാര്യമായി തലയെ കൈവച്ചിട്ടൊരു പോക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് ഐസായിട്ടങ്ങ് നിൽക്കും. എത്ര പേർക്ക് അനുഭവമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഇത് കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായി. ഞാൻ തീരെ അങ്ങ് കേട്ടില്ലെന്നല്ല, എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട്. കാര്യം നമ്മൾ അത്രത്തോളം പ്രശ്നത്തിൽ നിൽക്കുക, അത്രത്തോളം വേദന നിൽക്കുക. ദൈവമേ നീ എന്നോടൊന്ന് സംസാരിക്കണേ, ഒരു ദൈവദാസനോട് എന്നോട് സംസാരിക്കണേ എന്നൊക്കെയുള്ളൊരു സമയം. ഞാൻ കുറച്ച് ആളുകൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് അങ്ങ് ഫീലായി, ശരിക്കും അങ്ങ് ഫീലായി. ആമേൻ. ഒരു ദിവസം ഞാൻ വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുക, വലിയൊരു പ്രശ്നം. അന്ന് ഞാൻ ശരിക്കും എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറി വാവിട്ടങ്ങ് കരഞ്ഞു. ആമേൻ. വാവിട്ട് കരഞ്ഞു. രണ്ട് വിഷമം എൻ്റെ മുമ്പിലുണ്ട്. ഒന്നാമത്തെ കാര്യം, വലിയ പ്രശ്നം നിൽക്കുക. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ പ്രശ്നം, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. ദൈവത്തിന് എന്നോട് എന്നെ വേണ്ടയോ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറച്ച് നാളായി ശുശ്രൂഷയിലുള്ള ആളാണ്. ഞാൻ പ്രസംഗിക്കാറുണ്ട്, ഞാൻ വചനം എടുക്കാറുണ്ട്. പക്ഷേ എവിടേക്കോ എൻ്റെ തോന്നലിൽ എനിക്ക് ചിന്തകൾ വന്നു, ദൈവത്തിന് എന്നെ വേണ്ടയോ എന്നുള്ള ചിന്തകൾ പോലും ഇടയിൽ വന്നുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ മക്കളെ, ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ പ്രശ്നമല്ല എന്നെ കരയിപ്പിച്ചത്, ദൈവത്തിന് എന്നോടൊന്നും പറയാനില്ലേ, ദൈവത്തിന് എന്നോടൊന്നും സംസാരിക്കാനില്ലേ, ദൈവത്തിന് എന്നെ വേണ്ടേ എന്നൊരു ചിന്താഗതിയിൽ ഞാൻ വാവിട്ട് കരഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് നിങ്ങളുണ്ട്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ ഞാൻ കാണുന്നൊരു കാഴ്ച ഇങ്ങനെയാണ്. ഹലോ, നിങ്ങളോട് ശ്രദ്ധിക്കണേ. ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ഞാൻ കാണുന്ന കാഴ്ച, ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ആമേൻ, ഞാൻ ഈ മീറ്റിങ്ങിൽ ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ആ മീറ്റിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ആരിയ്ക്കുന്നു, അവിടെ ഞാൻ ഇരിക്കുന്നത്. ആമേൻ. ഏറ്റവും ലാസ്റ്റ് വരി എവിടെ ഉണ്ടോ, പക്ഷെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമല്ല, ആരൊക്കെ ഉണ്ട്. ആമേൻ. ഏറ്റവും ലാസ്റ്റ് വരി ഞാൻ ഇരിക്കുക. അന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആ കർത്തദാസൻ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എൻ്റെ തലയിൽ കൈവച്ചു. ഹല്ലേലൂയ. ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് കേട്ടോ. ആ തലയിൽ കൈവെക്കുമ്പോൾ എനിക്ക് ഉറക്കത്തിൽ വളരെ വ്യക്തമായി, ലിറ്ററലി എനിക്ക് മനസ്സിലാകും, ഒരു ശക്തമായൊരു പവർ എന്നിലേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു ശക്തമായി, അതെനിക്കറിയാം, ഒരു വല്ലാത്ത പവർ എൻ്റെ ശരീരത്തിനകത്തേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഈ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നത്തെ സ്വപ്നമായി വിട്ടു. ആമേൻ. പലപ്പോഴും നമ്മളും അങ്ങനെയാ, സ്വപ്നത്തെ ഒരു സ്വപ്നമായി വിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 1-2 ആഴ്ചകൾക്ക് ശേഷം ആമേൻ, ഞാൻ മറ്റൊരു കർത്തദാസൻ്റെ ഒരു ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്
ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, GB വർഗീസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ ബൈബിൾ സ്റ്റഡി ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു, എന്നെ ഓർമ്മപ്പെടുത്തി, അന്ന് രാത്രിയിൽ നിൻ്റെ തലയിൽ കൈവച്ചത് ഞാനാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ കാണാതെ ഞാൻ വാവിട്ട് കരഞ്ഞു, ഞാൻ കുനിഞ്ഞിരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. ആമേൻ. ചില എൻകൗണ്ടറുകൾ സ്വപ്നത്തിനകത്ത് നടക്കും. ഹല്ലേലൂയ. ചില എൻകൗണ്ടറുകൾ സ്വപ്നത്തിനകത്ത് നടക്കും. ചില കൈമാറ്റങ്ങൾ സ്വപ്നത്തിനകത്ത് നടക്കും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആമേൻ. ചില സ്വപ്നത്തിനകത്ത് ചില എൻകൗണ്ടറുകൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങളെ കംഫർട്ട് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ വേദനകളെ അറിയുന്ന ഒരു പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്ന, നിങ്ങളുടെ ഞരക്കങ്ങളെ അറിയുന്ന, നിങ്ങളുടെ നെടുവീർപ്പുകളെ അറിയുന്ന, നിങ്ങളെ കംഫർട്ട് ചെയ്യുന്ന. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എൻ്റെ വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, സത്യമാ. പക്ഷേ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള ആ വേദന എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അന്ന് രാത്രിയിൽ ദൈവം എന്നെ ഉറപ്പിച്ചു, ഞാനാ നിന്നോട് സംസാരിച്ചത്, ഞാനാ നിന്റെ മേൽ കൈവച്ചത്. ഹല്ലേലൂയ. അതൊരു ദൈവദാസന്റെ രൂപത്തിൽ അത് നിന്നെ ഉറപ്പിച്ചതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. എന്നെ വീണ്ടും ഉറപ്പിക്കാൻ, ഇന്ന് പകൽ നിങ്ങളെ കൂടെ ഉറപ്പിക്കാനത് കേട്ടോ, എന്നെ വീണ്ടും ഉറപ്പിക്കാൻ. ആമേൻ. ഇന്നലെ ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തനായൊരു ദൈവദാസന. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മീറ്റിങ്ങിൽ ഞാൻ പോയി. ഞാനും ഷിനുബദറും ഇവരൊക്കെ സിസ്റ്റർ അവരൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ മീറ്റിങ്ങിൽ ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞു ഒരു 3-3:30 സമയമായെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ശക്തമായ ഹീലിംഗ് നടക്കുന്നു. ആമേൻ. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് ഷിനുവിൻ്റെ കോള് വന്നു. ഷിനു അങ്ങ് ബാക്കിൽ പോയിരുന്നപ്പോൾ എനിക്കൊരു കമ്പനിയിലെത്തി, ഞാനും ബാക്കിൽ പോയി. ഞാൻ ഷിനുവിൻ്റെ കൂടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിനുവിനെ കാണാനില്ല. ആമേൻ. ഹല്ലേലൂയ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിരുന്ന ഭാഗത്ത് ക്രൗഡ് ഭയങ്കര കുറവായിരുന്നു. ആമേൻ. മീറ്റിംഗ് കഴിഞ്ഞ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്തദാസൻ ആ മീറ്റിങ്ങിൻ്റെ വലത്ത് ഈ സൈഡിൽ കൂടെ കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രിയ മക്കളെ, അന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ദൈവത്തിൻ്റെ പ്രിയ ദാസൻ തലയിൽ കൈവച്ച് എന്നോട് ചിലത് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ സ്വപ്നത്തിൽ കണ്ടതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ഭാഷയിൽ നിന്നോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ഭാഷയിൽ നിന്നോട് സംസാരിക്കും. നിന്നെ അത് ഉറപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ കേട്ട വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ നീ കണ്ട ദർശനങ്ങളും ഒന്നും വെറുതെ അല്ലെന്ന് എൻ്റെ ദൈവം തെളിയിക്കോ. എൻ്റെ ദൈവം തെളിയിക്കോ. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വേദനകളെ അവൻ സാക്ഷ്യമാക്കി മാറ്റും. നിന്റെ വേദനകളെ, നിന്റെ ഞരക്കങ്ങളെ അവൻ സാക്ഷ്യമാക്കി മാറ്റും.
ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വേദനകളെ അവൻ സാക്ഷ്യമാക്കി, നിന്റെ കണ്ണുനീരിനെ അവനൊരു ഫയറാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് പകൽ വിശ്വസിക്കുന്നു, നിന്റെ വേദനകൾ സാക്ഷ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാ. എൻ്റെ വേദനകളെ അവൻ സാക്ഷ്യമാക്കി മാറ്റും. എൻ്റെ വേദനകളെ അവൻ സാക്ഷ്യമാക്കി മാറ്റും. എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ ഞരക്കങ്ങളെ ആമേൻ അവൻ സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയാം. ദൈവം ഒരു ദിവസം കാണിച്ച ദർശനത്തിൻ്റെ പുറത്തായി ഇത് തുടങ്ങിയത്. ഹല്ലേലൂയ. നീ നിന്റെ പ്ലാറ്റ്ഫോം മാറാൻ ദൈവം എന്നോട് സംസാരിച്ചതാ ദർശനത്തിൽ. ഹല്ലേലൂയ. അതിൻ്റെ അകത്താ ഞാൻ സ്റ്റെപ്പ് വെച്ചത്. ഹല്ലേലൂയ. അതിൻ്റെ മുഖത്താ ഞാൻ സ്റ്റെപ്പ് വെച്ചത്. അതിൻ്റെ മുഖത്ത് എന്ത് പ്രതിസന്ധി വന്നാലും സ്വപ്നം കാണിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അത് അവൻ തെളിയിക്കും. ഇന്ന് പകൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. ഇന്ന് പകൽ നിരാശ നിങ്ങളായിരിക്കുന്നെങ്കിൽ, എൻ്റെ ദൈവമേ ഞാൻ ഇറങ്ങി തിരിച്ചത് അവൻ വെറുതെ ആയോ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴികൾ കേൾക്കേണ്ടി വന്നല്ലോ. ആമേൻ. പഴികൾ കേൾക്കേണ്ടി വന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചവൻ അവൻ തന്നെയെന്ന് അവൻ തെളിയിക്കും. അവൻ തെളിയിക്കും. അവൻ തെളിയിക്കും. ഹല്ലേലൂയ. ആമേൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുക. മിണ്ടാതിരുന്ന് അവൻ നിന്നോട് പല ചോദ്യങ്ങളും ഉയർന്നു വരും. ആമേൻ. നിന്നോട് പല ചോദ്യങ്ങളും ഉയർന്നു വരും. അതിൻ്റെ മുൻപിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, അവൻ നീ മിണ്ടാൻ പോകണ്ട, അത് സ്വർഗം തെളിയിക്കും, അത് ദൈവം തെളിയിക്കും. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. ബന്ധുക്കൾ പഴിക്കുകയല്ലേ, കൂടുതലുള്ളവർ പഴിക്കുകയല്ലേ, കുടുംബക്കാർ പഴിക്കുകയല്ലേ, എന്തായി നിന്റെ അവസ്ഥ? ഹല്ലേലൂയ. ദൈവം തെളിയിക്കും. മിണ്ടാൻ പോകല്ലേ, നിങ്ങളുടെ നാക്ക് കൊണ്ടൊന്നും പറയാൻ പോകല്ലേ. ഹല്ലേലൂയ. ആരോടും മറുപടി പറയാൻ പോകല്ലേ. ഹല്ലേലൂയ. ആരോടും മറുപടി പറയാൻ പോകല്ലേ. എൻ്റെ ജീവിതമായി ഞാൻ പറയുന്നേ, ചില നാളുകൾക്ക് മുന്നേയുള്ള അനുഭവം ഞാൻ പറയുന്നേ. എൻ്റെ മുമ്പിൽ പല ചോദ്യങ്ങളും ഉയർന്നപ്പോൾ, ഹല്ലേലൂയ, പല ചോദ്യങ്ങളും ഉയർന്നപ്പോൾ, പലതും പറഞ്ഞപ്പോൾ എന്നോട് ദൈവം പറഞ്ഞ ഒരൊറ്റ വാക്കിതാ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്കൊരു ഉറപ്പ് മതി, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്, അവൻ ജീവനുള്ള ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചെങ്കടൽ വഴിമാറും. അത് വഴിമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ചെങ്കടലിൽ വഴിമാറുന്നു. അവൻ അടഞ്ഞ മേഖലകളിൽ മേൽ അതാ സ്വർഗത്തിന്റെ വഴികൾ. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോഴും ആമേൻ, എന്നെ അനുകൂലിക്കുന്നവരെക്കാൾ കൂടുതൽ എന്നെ പ്രതികൂലിക്കുന്നവരാ.
ഞാൻ പറയുന്നത് മറ്റുള്ളവരെ പറ്റി അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതിനകത്തുള്ളതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. പലരുടെയും ചോദ്യമായി ഇവൻ എന്തായി കാണിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പക്ഷേ എൻ്റെ അകത്ത് ദൈവം തന്നൊരു ദർശനമുണ്ട്. അതിനുവേണ്ടി ഞാൻ നിൽക്കും. ഹല്ലേലൂയ, അതിനുവേണ്ടി ഞാൻ നിൽക്കും. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിനുവേണ്ടി ഞാൻ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്വപ്നത്തിൽ ചില എൻകൗണ്ടറുകളുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ ചിലതിനെ കൈമാറാൻ പോകുകയാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ റൂട്ടുകൾ മാറ്റണമെന്ന്, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നിർണായകമായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണമെന്ന്, അവൻ നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന ചില തീരുമാനങ്ങളെ അവൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലെ ഇറങ്ങി വരാൻ പോകുന്നു. അവൻ ദർശനത്തിനകത്ത് ദർശനത്തിന് ചില അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് കടന്നു വരും. അത് സമാപ്തിയിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ചില ദർശനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അത് നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. എൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആമേൻ. എൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആമേൻ. ദൈവം നിങ്ങൾക്ക് ഉറക്കത്തിൽ ചിലത് കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലം, യാക്കോബ്, ജോസഫ്, കല്ല്, ആമേൻ, തലയണ വഴിയിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങി. ഹല്ലേലൂയ. യാക്കോബ് വഴിയിൽ ക്ഷീണിച്ച് കിടന്നുറങ്ങിയപ്പോ ഇതാ യാക്കോബിന് സ്വപ്നത്തിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ എൻകൗണ്ടറിനകത്തു നിന്ന് ദൈവം യാക്കോബിനോട് ചില വാക്കുകൾ വിളിച്ചു പറയുന്നു. ശ്രദ്ധിക്കണേ. ആമേൻ. വായിക്കാം മിസ്റ്ററെ. 28 ആമേൻ. ഹല്ലേലൂയ. 13 വരെയുള്ള വാക്യങ്ങൾ. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. എന്താ പറഞ്ഞേ? നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. ബാക്കി വായിച്ചോ. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ഹല്ലേലൂയ. ആ ദർശനത്തിനകത്ത് നിന്ന് ദൈവം ഒരു വാക്തത്വം വിളിച്ചു പറയുന്നു യാക്കോബിനോട്. ആമേൻ. ഹല്ലേലൂയ. നീ കിടക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, അത് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. അവൻ ഈ 4 ദിക്കുകളിലും ഇതാ നിനക്കു വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാലങ്ങൾക്ക് മുന്നേ യാക്കോബിനോട് കൊടുത്ത വാക്തത്വം ഇതാ യോഹന്നാൻ 4 വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. ഈ സ്ത്രീ വിളിച്ചു പറയുന്നു, അവൻ ഞങ്ങളുടെ പിതാവായ യാക്കോബിന് തൻ്റെ പുത്രനായ
ജോസഫ് കൊടുത്ത നിലത്തിൽ. ആമേൻ. ശ്രദ്ധിക്കണേ, ദൈവം തലമുറകളുടെ ദൈവമാ. ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാ. അവൻ വാക്കു പറഞ്ഞാൽ വാക്കു മാറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു എൻകൗണ്ടറിനകത്ത് വിളിച്ചു പറഞ്ഞു, അവൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ഭൂമിയെ തരുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നിനക്ക് ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ചില കാലങ്ങൾക്കുള്ളിൽ അത് വെളിപ്പെട്ടു വരുമാറ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വെളിപ്പെട്ടു വരുമാറ്. ഇതാ യോഹന്നാൻ 4 അത് വെളിപ്പെട്ടു വന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, യാക്കോബിനോട് എന്താ ദൈവം പറഞ്ഞേ? നിനക്കും നിന്റെ സന്തതിക്കും. യാക്കോബ് എങ്ങോട്ടാ പോന്നേ? യാക്കോബ് എന്താ ചെയ്യുന്നേ? തൻ്റെ സഹോദരനെ പേടിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങുവാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്തിനാ? സഹോദരനെ പേടിച്ച്. സഹോദരൻ കൊല്ലാൻ ചാൻസ് ഉണ്ട്. എന്താ? ചെറിയൊരു കളിപ്പിരി നടത്തിയിട്ടാ പുള്ളി ഇറങ്ങി പോരുന്നേ, അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് പേടിച്ചോടുവാ. എങ്ങോട്ട്? ലാബാന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാ. ആമേൻ. ഒറ്റ കാര്യം ശ്രദ്ധിക്കണേ, ദൈവം പറഞ്ഞ വാക്കൊന്നോട് പറഞ്ഞു ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ സന്തതിക്കും. ദൈവം ചിലത് അഡ്വാൻസ് ആയിട്ട് പറയും. ആമേൻ. ദൈവം ചിലത് അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പുള്ളി ഇവിടെ വന്ന് പേടിച്ച് കിടക്കുവാ. ചാവെന്നുള്ള പേടിയിലാണ് കിടക്കുന്നത്. അന്നേരം പറയാ, എടാ നിനക്കല്ലടാ, നിനക്കുണ്ടാകാൻ പോകുന്ന പിള്ളേർക്കൂടെ ഞാനത് തരുമെന്ന്. അത്രമേൽ ഉറപ്പാ കൊടുക്കുന്നേ. ആമേൻ. പുള്ളി പേടിച്ച് വരണ്ട് കിടക്കുക. ആമേൻ. ഇന്നത്തെ പ്രശ്നത്തിൽ പേടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പലപ്പോഴും നാളെ എന്താകുമെന്ന്. അപ്പം ദൈവം പറയാ, നിനക്കും നിന്റെ സന്തതിക്കും കാലങ്ങൾ കഴിയും തോറും അവൻ ഞാൻ തരാൻ പോകുന്ന നന്മ നീ അനുഭവിക്കുമെന്ന്. ഇതാ ദൈവത്തിന്റെ ഉറപ്പ്. ഇതാ സ്വർഗത്തിന്റെ ഉറപ്പ്. അമ്മേ, ഇന്ന് പകൽ നീ പേടിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ മധ്യ സ്വർഗത്തിന്റെ ഉറപ്പാ. ഇന്ന് പകൽ ഈ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, പലതിൻ്റെ മുഖത്തും പേടിച്ച് മരണ്ടമിരിക്കുമല്ലേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളത്തെ കാര്യം ഓർത്ത് പേടിച്ചിരിക്കുമല്ലേ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. അതിൽ വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. അത് നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. ആമേൻ. യാക്കോബ് എന്തോ ചെയ്തു? താഴോട്ട് വരുമ്പോൾ ആമേൻ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു. എന്ത് ചെയ്തേ? ദൈവവുമായി ഒരു ഉടമ്പടി. ആമേൻ. എൻകൗണ്ടർ മാത്രമല്ല, ദൈവവുമായി നിനക്ക് ചില ഉടമ്പടികൾ ഉണ്ടാകണം. ആമേൻ, ആമേൻ. എന്താ ഉടമ്പടി? ഹല്ലേലൂയ. എൻ്റെ താഴത്തെ വാക്യങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, താഴത്തെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. 20 തൊട്ടുള്ള വാക്യങ്ങൾ. ആമേൻ. 20 തൊട്ട് താഴോട്ട് 20 വാക്യങ്ങൾ വായിച്ചു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും
ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ആമേൻ. ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആമേൻ. സൗഖ്യം കിട്ടി മടങ്ങി പോകാനല്ല, എന്നും യഹോവ എനിക്ക് ദൈവമായിരിക്കും. ആമേൻ. ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകയില്ല. എന്താണ്? ഉണ്ടാകരുത്. ഹല്ലേലൂയ. യാക്കോബ് എന്ത് ചെയ്തു? ദൈവവുമായി ഉടമ്പടി ചെയ്തു. എന്ത്? ആമേൻ. പലപ്പോഴും നമ്മൾ കോംപ്രമൈസിന്റെ ആൾക്കാരാ. ആമേൻ. എങ്ങനെയാ കോംപ്രമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ എന്തെങ്കിലും വിടുതലിന് സാധ്യത ഉണ്ടെങ്കിൽ, ആമേൻ, അയ്യോ, ആമേൻ, ചില ചെറിയ കൊച്ചു കൊച്ചു പരിപാടികൾക്ക് നമ്മൾ നിന്ന് കൊടുക്കും, അറിഞ്ഞോ അറിയാതെ. ആമേൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമാണോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിലുള്ള ആശ്രയത്തിനപ്പുറമായി ഒന്നിലേക്ക് നമ്മൾ കയറരുത്. ആമേൻ. ദൈവത്തിലുള്ള ആശ്രയത്തിനപ്പുറമായി ഒന്നിലേക്ക് നമ്മൾ കയറരുത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പണ്ട് കാലങ്ങളിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്കിങ്ങനെയാ, നീ നിന്റെ പിതൃ ഭവനത്തെയും പിതൃ പാരമ്പര്യത്തെയും വിട്ട് ഇറങ്ങണം. പാരമ്പര്യത്തിൻ്റെ ചില സാധനങ്ങൾ നമ്മളെ പിന്തുടരുന്നെങ്കിൽ അത് വിട്ട് നമ്മൾ ഇറങ്ങണം. ആമേൻ. പണ്ട് നമ്മൾ എവിടെങ്കിലുമൊക്കെ അന്യാരാധനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിനപ്പുറമായി എവിടെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് ക്ഷമ ചോദിച്ച്, ആമേൻ, അറിവില്ലാത്ത കാലങ്ങളെ ക്ഷമിക്കുന്ന ദൈവം, ആമേൻ, വീണ്ടും അതിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചായ്ക്കരുത്. ആമേൻ. അറിഞ്ഞോ അറിയാതെയോ മിസ്രൈം മക്കൾ പറഞ്ഞതുപോലെ അവിടെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ഷിനു പറഞ്ഞതുപോലെ, ആമേൻ, അല്ലേ? ഷിനു എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ആമേൻ. മിസ്രൈം മക്കൾ പിറുപിറുത്തു. അവിടെ ആയിരുന്നെങ്കിൽ അടിമത്വമൊക്കെ ആണെങ്കിലും ജീവിച്ചു പോകാമായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തോട് നമുക്കൊരു ഉടമ്പടി ഉണ്ടാകണം. യഹോവ എനിക്ക് ദൈവമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യങ്ങൾ വായിക്കാം മിസ്റ്ററേ. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. തൂണായ നിർത്തിയ കല്ല് ആലയമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. എന്താണ് സകലത്തിലും ദശാംശം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ദശാംശം എന്ന് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പൈസയെ പറ്റി മാത്രം നമ്മുടെ ചിന്ത പോകുന്നത്, അല്ലയോ? പൈസയെ പറ്റി മാത്രമാണ് നമ്മുടെ ചിന്ത പോകുന്നത്. ദശാംശം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ദശാംശം, നമ്മുടെ ഫലത്തിൻ്റെ ദശാംശം. ആമേൻ. എന്ത് രീതിയിലുള്ള ഫലമാണെങ്കിലും, നമ്മൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ, ഹലോ, ആമേൻ, അത് ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. ആമേൻ. ശ്രദ്ധിക്കണേ, യാക്കോബ് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു. ആമേൻ. അവനോട് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവേറപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്തു പേരില യാക്കോബ് അറിയപ്പെട്ടെ?
ആമേൻ. എന്ത് പേരില്ല? നിങ്ങൾ പറഞ്ഞില്ല, അവൻ പറയുന്നുണ്ട്. എന്ത് പേരില്ല? അയ്യോ, നമ്മൾ ആദ്യം പറഞ്ഞതാ, ഉപായി എന്ന പേര് വിളിക്കപ്പെട്ടവൻ, പേര് കേൾക്കപ്പെട്ടവൻ. ആമേൻ. ഉപായി എന്ന പേര് കേൾക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. പിൽക്കാലത്ത് ദൈവം ഇവനെ വിളിച്ച പേരെന്താണെന്നറിയാമോ? ആമേൻ. നോക്കണേ, ഇവൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ഇവന് പല പേരും വിളിച്ചു. ചതിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ. ഉബായിയ. ആമേൻ. അല്ലേ? സ്വന്തം ജ്യേഷ്ഠനെ കബളിപ്പിച്ചവനാ, സ്വന്തം അപ്പനെ കബളിപ്പിച്ചവനാ. പേരുദോഷം വന്നു. ആമേൻ. എന്നാൽ നിന്റെ പേരുദോഷത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നീ വിശ്വസിക്കാമോ? സ്വർഗം നിന്റെ പേരിനെ മാറ്റി വിളിക്കും. ആമേൻ. ലോകം വിളിച്ചില്ലെങ്കിലും ഇതാ ദൈവം നിന്നെ വിളിക്കുന്നു. ഇസ്രായേലേ, ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ. ആമേൻ. ലോകം തിരഞ്ഞെടുത്തവനല്ല, ഒരു പ്രവാചകൻ തിരഞ്ഞെടുത്തവനല്ല, ഒരു പാസ്റ്ററും തിരഞ്ഞെടുത്തവനല്ല, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലേ. ഹല്ലേലൂയ. തിരഞ്ഞെടുത്തത് ദൈവമാ. ആമേൻ. ഹല്ലേലൂയ. നിന്നെ തിരഞ്ഞെടുത്തത് ആരാ? ദൈവമാ. ദൈവമാ. നിന്റെ പേര് മാറ്റുന്നത് ആരാ? ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രവാചകന്മാര് മാറി മാറി വരും, പാസ്റ്റർമാര് മാറി മാറി വരും. അത് കണ്ട് നീ നിൽക്കരുത്. ആമേൻ. ദൈവത്തെ നോക്കി നിന്നോണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഉറപ്പ് ദൈവമായിരിക്കണം. ഒരു പ്രവാചകന് ഒരു പാസ്റ്ററുമാകരുത്. നിന്റെ ഉറപ്പ് സ്വർഗമായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ പേരിനെ മാറ്റും. ചില എൻകൗണ്ടറുകൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കകത്ത്, ഹല്ലേലൂയ, നീ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചില എൻകൗണ്ടറുകളെ കൈമാറാ. എന്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവനോട് പറഞ്ഞ ദൂത് ഞങ്ങളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. ആമേൻ. പെട്ടെന്ന്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം തിരിച്ചു വരാം പെട്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 12-ാമത്തെ വാക്യം 10 തൊട്ടുള്ള വാക്യങ്ങളൊന്നുകൂടെ വായിക്കുക. 10 തൊട്ട് 4-ാം അധ്യായം യോഹന്നാൻ 4. ഹല്ലെ. അതിന് മുന്നേ 7 തൊട്ട് 7-ാമത്തെ വാക്യം തൊട്ട്. ശ്രദ്ധിക്കണേ, ശിഷ്യന്മാർ എവിടെ പോയിക്കോ? ഭക്ഷണം വാങ്ങിക്കാൻ പോയിക്കോ. എന്തിനാ? വിശന്നു പോയി അല്ലേ? യേശുവിന് ദാഹിച്ചു, വിശന്നു. ഭക്ഷണം വാങ്ങിക്കാൻ ആര് പോയിക്കുന്നു? ശിഷ്യന്മാരില്ല. യേശു ഇവിടെ ഒറ്റയ്ക്കാ. ആമേൻ. അപ്പോഴാണ് ഒരു ശമരിയ സ്ത്രീ കയറി വന്നത്. വായിച്ചോ. ശമരി സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ആമേൻ. യഹൂദന്മാർക്ക് മുമ്പിൽ മറ്റ് എല്ലാ ജാതികളും എന്താ? അന്നത്തെ സിസ്റ്റം പ്രകാരം എന്താണ്? യഹൂദന്മാരാണ് ഏറ്റവും ഉന്നതർ. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാർക്ക് മറ്റുള്ളവരുമായി അധികം എന്തില്ല? സംസർഗമില്ല. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. എന്ത് ചോദ്യം? യഹൂദനായ നീ എന്നോടെന്തിനാ കുടിപ്പാൻ ചോദിക്കുന്നേ? ഹല്ലേലൂയ. ആമേൻ. യഹൂദനായ നീ എന്നോടെന്തിനാ കുടിപ്പാൻ ചോദിക്കുന്നത്? ഹല്ലേലൂയ. താഴെയുള്ള വാക്യങ്ങൾ വായിക്കേ. പെട്ടെന്ന് വായിച്ചു. യഹൂദന്മാർക്കും ശമര്യർക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു,
നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മതി. ഇന്ന് പകൽ ശമരിയ സ്ത്രീയെ നീ ഒന്ന് തിരിച്ചറിയണം. ആമേൻ. നീ ദൈവത്തിൻ്റെ ദാനമെന്നും, ആമേൻ, എന്താണ്, ലോകം നിന്നെ വേർതിരിക്കും പല രീതിയിലും. ആമേൻ. മതത്തിൻ്റെ പേരിലും, ജാതിയുടെ പേരിലും, പണത്തിൻ്റെ പേരിലും, ആമേൻ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും, എന്താ, ലോകം നിന്നെ വേർതിരിക്കും. എന്നാൽ ഇന്നു പകൽ ദൈവത്തിൻ്റെ ഒരു ഉറപ്പ്, ആമേൻ, ശമരിയ സ്ത്രീയോട് പറയുക. എന്താ? നീയും ഞാനും ആരുടെ ദാനമാ? ദൈവത്തിൻ്റെ ദാനമെന്ന് ഇന്നു പകൽ ഉറച്ചുകൊള്ളുക. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാനമാ. ആമേൻ. ദൈവത്തിൻ്റെ മുൻപിൽ ജാതിയില്ല, മതമില്ല, പണമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലരും ദൈവത്തിൻ്റെ ദാനമാ. ഹല്ലേലൂയ. അവൻ്റെ ശ്വാസമാ സകല ജീവജലത്തിൻ്റെ മനുഷ്യൻ്റെയും, ആമേൻ, ശരീരത്തിലകത്തൂടെ ഒഴുകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അയ്യോ, ഹല്ലേലൂയ. ഒരു ജീവനുള്ള ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ ജീവനാ നിങ്ങളുടെ ഉള്ളിൽ. ആമേൻ. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നീ ദൈവത്തിൻ്റെ ദാനമാ. ദൈവത്തിൻ്റെ ദാനമാ. ദൈവത്തിൻ്റെ ദാനമാ. ഹല്ലേലൂയ. എന്നാൽ നീ അറിയണം, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന്. ഇന്ന് പകൽ നീ അറിയണം. ഇന്ന് പകൽ നീ അറിയണം യേശു ആരെന്ന്. ആമേൻ. നീ ആരാധിക്കുന്നവൻ ആരെന്ന്. ഹല്ലേലൂയ. നീ ആരുടെ മുമ്പിലാ നിൽക്കുന്നതെന്ന് നീ അറിയണം. നീ അറിഞ്ഞെങ്കിൽ ജീവനുള്ള വെള്ളത്തെ ഞാൻ നിനക്ക് പകരും. ജീവനുള്ള വെള്ളത്തെ, പരിശുദ്ധാത്മാവിനെ, ഒരിക്കലും ദാഹിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, ചില ജീവനുള്ളതിനെ കൈമാറുന്നു. ആമേൻ. ജീവനുള്ളതിനെ കൈമാറുന്നു. ജീവനുള്ളതിനെ കൈമാറുന്നു. ഹല്ലേലൂയ. ആമേൻ. ജീവനുള്ള വെള്ളം, ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ, നിന്നോട് ചോദിക്കുന്നത് ആരെന്ന് അറിഞ്ഞെങ്കിൽ, ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഈ സ്ത്രീ എന്താ വിളിക്കുന്നേ? യജമാനനെ, യജമാനനെ. ഹല്ലേലൂയ. യജമാനനെ, യജമാനനെ. ആമേൻ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കൂ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കൂ. ഹല്ലേലൂയ. ഒരു 10 മിനിറ്റുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. അതെ, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. എന്താ? ജീവനുള്ളവരിൽ നിന്ന് പകരുന്നത് ജീവനുള്ളതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന് ജീവനില്ലാത്തതിനെ പകരാൻ കഴിയത്തില്ല. അവന് എന്തു പകർന്നോ അത് ജീവനുള്ളതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകരം നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ചില
പകർച്ചകൾ നിങ്ങളുടെ മേൽ പകരും. ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വെറുതെയല്ല സാക്ഷ്യം പറഞ്ഞത്. അവൻ ദർശനങ്ങളിലൂടെ നിങ്ങളോട് ചില സംസാരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനത്തെ കൃപകളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ ചില അഭിഷേകങ്ങൾ നിങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ആമേൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹല്ലേലൂയ. ചില കൺഫ്യൂസ്ഡായ വിഷയങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കും. നിങ്ങളെ കംഫർട്ട് ചെയ്യും. അവൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ഒരു മനുഷ്യനെ നിങ്ങളോട് വാക്കുകൾ കൊണ്ട് അവൻ നിങ്ങളുടെ വിഷമം പറഞ്ഞു തീർക്കാനോ ബോധ്യപ്പെടുത്താനോ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ സകല ഞരക്കങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. നിങ്ങളെ കംഫർട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതാ ജീവനുള്ള വെള്ളം. ഹല്ലേലൂയ. ജീവനുള്ളത്. അത് ചിലത് പകരപ്പെടുന്നു. ഹല്ലേലൂയ. അത് പകരപ്പെടുന്നു. ഇന്ന് പകൽ അത് വാഞ്ചിക്കുന്നവർക്ക് വേണ്ടി ആഴത്തിൽ ചിലത് അത് വാഞ്ചിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവനോട് സംസാരിക്കണമെന്ന് അത് വാഞ്ചിക്കുന്നവർക്ക്, ഹല്ലേലൂയ, അത് ആഗ്രഹിക്കുന്നവർക്ക് Hallelujah, hallelujah. Hallelujah. യേശു ചോദിക്കുന്നൊരു ചോദ്യം. ആമേൻ. നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു. ചോദിച്ചാൽ ജീവനുള്ളതിനെ ഞാൻ പകരുമായിരുന്നു. ഹല്ലേലൂയ. നീ ചോദിച്ചാൽ പകരാൻ അവൻ റെഡിയാ. ജീവനുള്ളത് പകരാൻ. ചോദിക്കാത്തതിന്റെ കാരണം എന്താ? അറിഞ്ഞില്ല, അറിവില്ലായ്മ. ആരാ ചോദിച്ചതെന്നും ആരാ ദൈവമെന്നും ആരാ യേശുവെന്നും വ്യക്തമായ അറിവില്ലായ്മകൾ ഇന്ന് പകൽ പൊളിയട്ടെ. യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ, ആമേൻ, യേശു ആരെന്ന് ഇന്ന് വരെ അറിഞ്ഞതുപോലെയല്ല, ഒരു പുതിയ രീതിയിൽ അറിയാൻ ഒരു ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണമെന്ന്. അപ്പോൾ യേശുവിനെ അറിയാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിനെ ഇങ്ങനെ അറിഞ്ഞാൽ പോരാ. ആരൊക്കെ വാഞ്ചിക്കുന്നത്? ഇതാരൊക്കെ വാഞ്ചിക്കുന്നു? ഇത് പോരെ കർത്താവേ, ആഴത്തിൽ എന്നോട് ഇടപെടണമെന്ന്, ആഴത്തിൽ എന്നോട് സംസാരിക്കണമെന്ന്, ആഴത്തിൽ എനിക്കറിയണമെന്ന്. ഹല്ലേലൂയ. യേശു എന്താ പറഞ്ഞേ? നീ ആരെന്ന് ഞാൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ നീ ചോദിക്കുമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്തൊക്കെയോ ഒരു ബോധ്യം വന്നു തുടങ്ങുമ്പോൾ നാണ്ട് ഇവിടെ ചോദിക്കുക, 16 അധ്യായത്തിൽ എനിക്കത് വേണമെന്ന്. നോക്കണേ, യേശുവുമായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടർ കേട്ടോ. ആമേൻ. ശമര്യസ്ത്രീ ആദ്യമായിട്ട് കാണുക. ഹല്ലേലൂയ. ആമേൻ. ഇത് കഴിഞ്ഞ് ഇവർ കുറേ സംഭാഷണം നടക്കുക വളരെ വ്യക്തമായി. ആമേൻ. യേശുവിനോട് എന്ത് ചോദിച്ചു ഇവള്? വെള്ളം വേണം. യേശു എന്താ പറഞ്ഞേ? നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാം. ഹല്ലേലൂയ. നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. ആമേൻ. അത് കഴിഞ്ഞ് പറഞ്ഞ വാക്യങ്ങൾ എന്താ? എനിക്ക് ഭർത്താവില്ല. ആമേൻ. പിന്നെ യേശു പറയുന്ന മറുപടികൾ എന്തൊക്കെയാ? 5 പേര്. അതെ, ഇവളെ പറ്റി സകലതും കർത്താവ് അങ്ങ് വെളിപ്പെടുത്തി. ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ല. വായിച്ചോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വായിച്ചോ. 16 തൊട്ടുള്ള വാക്യങ്ങൾ. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു.
എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. മനസ്സിലായോ? ഇവളുടെ ജീവിതത്തെ പറ്റി യേശു പറഞ്ഞപ്പോ ഇവൾ യജമാനിൽ നിന്നും മാറി ഇതാ പ്രവാചകനിലേക്ക് കയറി. ആമേൻ. എന്താ ഇവളുടെ ആദ്യത്തെ അറിവ്? ഇവൻ ഒരു യഹൂദനാണെന്നാ. ആമേൻ. യഹൂദൻ എന്ന അറിവിൽ നിന്നും, യജമാനൻ എന്ന അറിവിൽ നിന്നും ഇതാ ഒരു പ്രവാചകൻ എന്ന അറിവിലേക്ക് കയറി. അതുകൊണ്ട് ഇവർ വിളിക്കുക പ്രവാചകനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അറിയുന്തോറും നിന്റെ വെളിപ്പാടുകൾ മാറും, നിന്റെ വിളിയുടെ രീതികൾ മാറും. ഹല്ലേലൂയ, ആമേൻ. നീ വിളിക്കുന്ന രീതികൾ മാറട്ടെ. ഷിനോ, വിളിക്കുന്ന രീതികൾ മാറട്ടെ. യേശുവിനെ വിളിക്കുന്ന രീതികൾ മാറട്ടെ. നീ അറിഞ്ഞ കാലത്തുള്ള വിളിയും കൊണ്ടിരിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഇവൻ വെറും നസ്രായനോ, എന്നാൽ അടുത്ത ഘട്ടത്തിൽ പറയുന്നു ഇവൻ വെറും പ്രവാചകനോ. ഇന്നും ഒരു കൂട്ടർ പറയുന്നു ഇവൻ വെറും പ്രവാചകനോ. അവർക്ക് അതുവരെയുള്ള വെളിപ്പാടേ വന്നിട്ടുള്ളൂ. എന്നാൽ വെളിപ്പാട് പ്രാപിച്ച ഒരു കൂട്ടം വിളിച്ചു പറയും. ആമേൻ. യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് വിളിച്ചു പറയുന്നു. അടുത്ത ചില സംഭാഷണത്തിന് ശേഷം ഹല്ലേലൂയ, യേശു പറയുന്നു, ഞാൻ ഒരു വാക്ക് മാത്രം വായിക്കാം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നും പിതാവ് ഇച്ഛിക്കുന്നു. ആമേൻ. ഞാൻ എളുപ്പത്തിൽ വായിച്ചു പോകാം. ദൈവം ആത്മാവാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവം എന്താണ്? ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വസിക്കുന്നു? നമ്മുടെ ആത്മാവിനുള്ളിൽ വസിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്ന് 3 നിലവാരങ്ങളിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നമ്മൾ സാധാരണക്കാരല്ല. അത്ര ബോധ്യം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണേ, സത്യനമസ്കാരികൾ അവൻ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യേശുവിനെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണമെന്നൊരു വെളിപ്പെടുത്തൽ യേശു പറഞ്ഞു കൊടുത്തു. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും പിതാവിനെ നമസ്കരിക്കണം. ആരോടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? പിതാവിനെ നമസ്കരിക്കണം. എങ്ങനെ? ആത്മാവിലും സത്യത്തിലും. എന്താണ്? പരിശുദ്ധാത്മാവിലും യേശുവാകുന്ന സത്യത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ യേശുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതാണ് സത്യനമസ്കാരികൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടതിന് ശേഷം ഇവളുടെ ഉള്ളിൽ ബോധ്യം വന്നു. അതെ, നാളുകൾക്ക് മുന്നേ കേട്ട ശബ്ദം എന്താ? നാളുകൾക്ക് മുന്നേ കേൾക്കുന്ന ശബ്ദം, അന്ത്രയോസ് കേട്ട ശബ്ദം. അന്ത്രയോസ് ചെന്ന് തന്റെ സഹോദരനായ ശീമോനോട് പറഞ്ഞ ശബ്ദം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഫിലിപ്പോസ് ചെന്ന് നഥനയേലോട് പറഞ്ഞ ശബ്ദം. അതാ ഒരു മശിഹ വരുന്നു, അതാ ഒരു മശിഹ വരുന്നു.
ആ വെളിപ്പാടിനെ ഇതാ ശമരിയ സ്ത്രീക്കും അതാ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ഇവൻ സാക്ഷാൽ മസിഹ. ഹല്ലേലൂയ. അതാ മസിഹ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതെ, യജമാനിൽ നിന്നും, യഹൂദനിൽ നിന്നും, യജമാനിൽ നിന്നും, പ്രവാചകനിൽ നിന്നും ഇതാ മസിഹായിലേക്ക്, അതാ കർത്താവിലേക്ക്, ഇതാ കർത്താവിലേക്ക്. ഇന്നു പകൽ നീ തിരിച്ചറിയണോ? നീ വിളിച്ചറിയുന്നത്, നീ വിളിച്ചപേക്ഷിക്കുന്നത് അവൻ സാക്ഷാൽ ലോകത്തിന്റെ രക്ഷകൻ. ഇന്ന് പകൽ ചില അറിവുകൾ നിന്നെ എൻകൗണ്ടറിലേക്ക് എത്തിക്കും. ചില അറിവുകൾ, യേശുവിനെ പറ്റിയുള്ള അറിവുകൾ, അതാ നീ വിളിക്കുന്ന രീതികൾ മാറും. നീ യേശുവിനെ വിളിക്കുന്ന രീതികൾ മാറും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അറിവ് നിനക്കുണ്ടാകട്ടെ. അവൻ പരിശുദ്ധാത്മാവ് യേശു ആരെന്നതിനെ വെളിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് യേശു ആരെന്നതിനെ വെളിപ്പെടുത്തട്ടെ. പെട്ടെന്ന് പ്രാർത്ഥന നിർത്താൻ പോകുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്ത്രീ അവനോട് പറയുകയാണ്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ആമേൻ. ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ആമേൻ. ഹല്ലേലൂയ. ഇത് പകൽ നിന്റെ ഉള്ളത്തിൽ അവനുണ്ട്. ഇത് പകൽ തിരിച്ചറിഞ്ഞോ? ഇന്ന് പകൽ നിന്റെ ഉള്ളത്തിൽ അവനുണ്ട്, തിരിച്ചറിഞ്ഞോ? ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും. ഞാൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ചില സത്യത്തെ നീ അറിയുമ്പോൾ നിന്റെ വെളിപ്പാടുകൾ മാറും, നിന്റെ കാഴ്ചപ്പാടുകൾ മാറും, നിന്റെ വിളികൾ മാറും. നീ ചോദിക്കുന്നത് മാറട്ടെ. അവൻ ദൈവത്തോടുള്ള ചോദ്യങ്ങൾ മാറട്ടെ. ദൈവത്തോടുള്ള സംസാരത്തിന്റെ ശൈലികൾ മാറട്ടെ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, പുതിയ അറിവിലേക്ക് നിങ്ങൾ കയറട്ടെ. ഈ ഭക്ഷണം വാങ്ങിക്കാൻ പോയ ശിഷ്യന്മാർ ഭക്ഷണമായി ഓടി തിരിച്ചു വന്നു. ആമേൻ. യേശു ഒരു വാക്കോടെ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറയുക, റബ്ബി ഭക്ഷിച്ചാലും. ആരോട് പറയുന്നേ? യേശുവിനോട്. റബ്ബി ഭക്ഷിച്ചാലും. അതിനവൻ ശ്രദ്ധിക്കണേ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് ആമേൻ എന്നവരോട് പറഞ്ഞു. ഈ ശിഷ്യന്മാർ പറഞ്ഞു, യേശു എന്താ പറയുന്നേ? ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയതല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഏതാഹാരം, ആരാഹാരം കൊണ്ടുവന്നേ? ശിഷ്യന്മാരാകെ കിളി പോയി നിൽക്കുക. ഹല്ലേലൂയ. അവൻ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഇന്ന് പകൽ യേശു ഉള്ളത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നവരുടെ ആഹാരം ഇതാ കേട്ടോ. വിളിച്ചവൻ്റെ പ്രവൃത്തി നീ പൂർത്തീകരിക്കുന്നതാണ് നിന്റെ ആഹാരം. വിളിച്ചവൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്നതാണ് നിന്റെ ആഹാരം. വിളിച്ചവൻ വിശ്വസ്തന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? ശ്രദ്ധിക്കണേ, ഇത് സഭയോടുള്ള ദൂത. യേശു ഇങ്ങനെ പറയാ ശിഷ്യന്മാരോട്, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കാൻ തയ്യാറാ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊയ്ത്ത് വരുന്നുണ്ട്, ഒരു കൊയ്ത്ത് വരുന്നുണ്ട് നിന്റെ ലൈഫിനകത്ത്. ഇതാ ഒരു ഹാർവസ്റ്റ് വെളിപ്പെടുന്നു, ഇതാ ഒരു ഹാർവസ്റ്റ്. ആമേൻ. ഡോർ ടു ക്രൈസ്റ്റിനകത്തേക്ക് ഒരു അസാധാരണ കൊയ്ത്ത്. 4 മാസം കഴിയുമ്പോ, 4 മാസം ലിറ്ററിൽ നിങ്ങൾക്ക് കണ്ടാമെങ്കിൽ എണ്ണിക്കോ, എണ്ണിക്കോ, എണ്ണിക്കോ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ കഴിയുമ്പോ ഇതാ 2024 നീ ഒരു കൊയ്ത്തുമായി കയറി നിൽക്കും. ഹല്ലേലൂയ, നീ ഒരു കൊയ്ത്തുമായി കയറി നിൽക്കും. യേശുവിന്റെ നാമത്തിൽ ഇതാ അസാധാരണ കൊയ്ത്തുകൾ, ആത്മാക്കളുടെ കൊയ്ത്തുകൾ, ജീവനുള്ള വെള്ളം, ചില പകർച്ചകൾ. അതാ പരിശുദ്ധാത്മാവിനോ കൊയ്ത്തുകൾ, കൊയ്ത്തുകൾ. 2024 ഡോർ ടു ക്രൈസ്റ്റ്. അത് ഇയർ ഓഫ് ഹാർവസ്റ്റ്, അത് ഇയർ ഓഫ് ഹാർവസ്റ്റ്. കൊയ്ത്തിന്റെ വർഷങ്ങൾ, കൊയ്ത്തിന്റെ നാളുകൾ, കൊയ്ത്തിന്റെ നാളുകൾ. അത് എല്ലാ മേഖലകളിലും, അത് എല്ലാ മേഖലകളിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 4 മാസം കഴിയുമ്പോ 2024 the year of harvest. അത് വെളിപ്പെടും, അത് വെളിപ്പെടും. യേശു പറഞ്ഞു, ഇതാ നിങ്ങൾ പറയുന്നു 4 മാസം കഴിയുമ്പോ. എന്നാൽ യേശു വീണ്ടും ഒരു വാക്ക്, അതാ വായിച്ചോ, ഒരു വാക്കൂടെ. ആമേൻ. നിങ്ങൾ തലവൊക്കി നോക്കിക്കോ. ആമേൻ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ കൊയ്ത്തിനെ വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ആമേൻ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ. ഇത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് ഇതാ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ചിലരെ വിത്ത് വിതയ്ക്കാൻ ദൈവം നിയോഗിച്ചു. അവൻ വിതച്ചതിനെ കൊയ്യാൻ ദൈവം ചിലതിനെ നിയോഗിക്കുന്നു, ചിലതിനെ നിയോഗിക്കുന്നു. അവൻ നീ അധ്വാനിക്കാത്തത് വിതയ്ക്കാൻ ചില സാമ്പത്തിക മേഖലകളിൽ ഇതാ ജാതികളുടെ നന്മകൾ നിന്നിലേക്ക് വരുമാറ്. ആമേൻ. ഇതാ ചില സ്പിരിച്വൽ നന്മകൾ നിന്നിലേക്ക് വരുമാറ്. നീ വിതയ്ക്കാത്ത വിത്തുകൾ ചിലർ വചനം വിതച്ചു, നീ കൊയ്യാൻ പോവുക. വിതച്ചവർ ദൈവ നിയോഗത്തിൽ വിതച്ചു, നീ കൊയ്യുന്നതും ദൈവത്തിന്റെ നിയോഗത്തിൽ. ആമേൻ. രണ്ടും ദൈവത്തിന്റെ നിയോഗമാ. നിന്റെ നിയോഗത്തിലേക്ക് നീ കയറ. ഹല്ലേലൂയ. നിന്റെ വിളിയിലേക്ക് നീ കയറ. വിളിച്ചവൻ വിശ്വസ്തനാ, വഴിയിൽ വിട്ടേച്ച് പോകത്തില്ല. വിളിച്ചവൻ വിശ്വസ്തൻ. നീ അധ്വാനിക്കാത്തത് വിതയ്ക്കാൻ നിന്റെ മേലൊരു നിയോഗമിതാ.